ന്യൂഡൽഹി ജന്തർ മന്ദിർ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി. പോലീസ് ഭീഷണിക്കിടയിലും കേന്ദ്ര സർക്കാരിനെതിരെ നാടാകെ തടിച്ചുകൂടിയ പ്രതീതിയായിരുന്നു. ക്രോക്കോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത ചലോ സൻസദ് പാർലമെന്റ് മാർച്ചിനെത്തിയവരുടെ ജനരോഷം കണ്ട് കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കുകയാണിപ്പോൾ. ക്രോക്കോച്ച് ജനതാ പാർട്ടി നേതാക്കളെ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. സർക്കാർ പ്രതിനിധികൾ തങ്ങളെ ബന്ധപ്പെടുകയും നേതാക്കൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ അവസരം നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതായി CJP അറിയിച്ചു. സമര നേതാക്കളും സർക്കാരും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത്. ഇതിനിടെ സമരാനുകൂലികൾക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. 2 തവണയാണ് ലാത്തിച്ചാർജ് നടത്തിയത്. വിദ്യാർത്ഥികൾ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ലാത്തി വീശിയത്. പോലീസ് നടപടികൾക്കിടയിലും പിന്തിരിയാതെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ് മറികടന്ന് പല വഴികളിലൂടെയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ ജന്തർ മന്ദറിലേക്ക് എത്തിയത്. ന്യൂഡൽഹിയിൽ 5000-ലധികം പോലീസുകാരെയും സൈനിക വിഭാഗത്തെയും വിന്യസിപ്പിച്ചു. കേന്ദ്ര സായുധ പോലീസ് സേനയുടെ 25-ലധികം ബറ്റാലിയനുകൾ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചു. വാഹന പരിശോധനയും നിരീക്ഷണവും കർശനമാക്കുന്നതിനൊപ്പം ഡ്രോൺ നിരീക്ഷണവും CCTV സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ളവ ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുന്നത്. സമരത്തിൽ പങ്കാളിയായി നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസം പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശുപത്രിയിലും വാങ്ചുക്ക് സമരം തുടരുകയാണ്. ജൂൺ 20-നാണ് ജന്തർ മന്ദറിൽ CJP സമരം തുടങ്ങിയത്. ജൂൺ 28 മുതൽ സോനം വാങ്ചുക്കും നിരാഹാര സമരം തുടങ്ങി. ചുരുക്കത്തിൽ കണ്ടില്ലെന്ന് നടിച്ച പ്രതിഷേധത്തിന് നേരെ കേന്ദ്ര സർക്കാരിന് കണ്ണു തുറക്കേണ്ടി വന്നിരിക്കുന്നു. പാറ്റകൾ ചില്ലറകളല്ലെന്ന് തിരിച്ചറിയുക തന്നെയാണിപ്പോൾ.